ബ്രസീലിനെ നോർവേ ബ്രസീലിൻ്റെ പെട്ടിക്ക് ആണി അടിച്ചു. അത് ബ്രസീലിൻ്റെ കളി അത്ര പോരാ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാനിത് ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ കളി വെച്ചുകൊണ്ട് ബ്രസീൽ മുന്നോട്ട് പോകാമെന്ന് പ്രതീക്ഷിക്കേണ്ടതെന്ന്. ആ പറഞ്ഞ പോലെ തന്നെയായി. ഈ റൗണ്ട് വരെ എങ്ങനെ എത്തിയെന്ന് നമുക്കറിയില്ല. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നോർവേയും ബ്രസീലും തമ്മിലുള്ള കളീനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ നമ്മൾ കളീനെ കുറിച്ച് വിലയിരുത്താണെങ്കിലേ എനിക്ക് പ്രത്യേകമായിട്ട് തോന്നിയൊരു കാര്യം, ബ്രസീലിൻ്റെ ഫാൻസൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് ഭയങ്കര കളിയാണ്, ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. 5 കപ്പ് മേടിച്ചതാണ്, നമ്മൾ നേടിയതാണ്, ഇനിയും കപ്പ് എടുക്കും. കാര്യം അതൊക്കെ പറയാം. നമ്മുടെ ടീമിൻ്റെ സ്കോഡ് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പറയാനും ഇത് ചെയ്യാനും. കാരണം ടീം എന്താ ഒരു ടീം, ബ്രസീലിൻ്റെ ടീം. കാര്യം ജപ്പാൻ്റെ അടുത്ത് ഒരു മരിച്ച് കളിച്ചു. കാരണം അത് പുറത്തു പോകുന്നുള്ള സാഹചര്യം വന്ന് മരിച്ച് കളിച്ചു. പക്ഷേ ജപ്പാൻ്റെ അടുത്ത് കളിച്ച കളിയുടെ പകുതി ഇവർക്ക് കളിക്കാൻ പറ്റുമോ? കാരണം ഇപ്പം ഇന്ന് ഞാനൊരു ഇൻഫ്ലുവൻസർ പറയണേട്ടതാ. ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യണ ഒരു വ്യക്തി. പുള്ളിയുടെ ഒരു പുള്ളിയിട്ടാണ് വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ചിരി വരാണ്. കാരണം അവർ നോർവേയുടെ ടീമുകൾ കരാട്ട കാണിച്ചെന്നോ അവർ കുംഫു കാണിച്ചെന്നോ അങ്ങനെ എന്താണ്ടൊക്കെയാണ് പുള്ളി പറയണത്. കാരണം എന്ത് കളിയുടെ ഭംഗി ഇല്ലാണ്ടാണ് നോർവേ കളിച്ചത്. അപ്പോൾ അത് ശരിയല്ല, അങ്ങനെയല്ല കളിക്കേണ്ടത്. ബ്രസീൽ കളിച്ച കളിയാണ് കറക്റ്റ് കളി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ആൾ പറയണത്. അപ്പോൾ കളി തോറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് നമ്മളെ വെറുതെ മറ്റുള്ളവരെ വെല്ലുവിളിക്കാനും, ഇന്നിപ്പോൾ ഈ കളി തോറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടായ സംഭവങ്ങളുണ്ട്. പല വീഡിയോയും കാണുന്നു. ചില സ്ഥലങ്ങളിലെ മലപ്പുറത്തൊക്കെ ഫുട്ബോൾ പ്രാന്തന്മാരാണല്ലോ, ഇവർ കാണിക്കുന്ന കോലാഹലങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസീൽ അവിടെ തോറ്റേന് അർജൻറ്റീനയുടെ ഇവിടെ വെച്ചേക്കണ ജേഴ്സി അല്ല ഫ്ലെക്സ് ബോർഡുകൾ കീറി പറിച്ച് കളയണം. ഞാൻ വീഡിയോ കണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊന്നല്ല വേണ്ടത്, കളിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും കളി നേടാൻ പറ്റും. ഇനിയിപ്പം ഞാൻ പറയണത് നിങ്ങൾ നെയ്മറിനെ മാത്രം പൊക്കി പിടിച്ചിട്ടുണ്ട്. നെയ്മർ കാര്യം മറ്റുള്ള മത്സരങ്ങളിൽ, ക്ലബ്ബ് മത്സരങ്ങളിൽ ഇവിടെയൊക്കെ തിളങ്ങിയ വ്യക്തിയാണ്. പക്ഷെ ഇപ്പോൾ ആൾക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ആൾ ഒരുപാട് ഫൗളുകൾ ഏറ്റുവാങ്ങിയൊരു വ്യക്തിയാണ്. കാര്യം ഈ ലോകത്തിലെ തന്നെ 2ാമത്തെ നിരയിലാണ് കൂടുതൽ ഫൗൾ ഏറ്റുവാങ്ങിയുടെ കൂട്ടത്തിലുള്ള 2ാമത്തെ നിരയിൽ പെട്ട ഒരാളാണ് നമ്മുടെ നെയ്മറിനെ ആർക്കും നെയ്മറിനോട് ഇഷ്ടക്കുറവില്ല. നല്ല കളിക്കാരനാണ് പുള്ളി. കുറച്ച് നേരത്തേക്ക് ഇറങ്ങിയെങ്കിലും പുള്ളി കാണിച്ച ട്രിക്കുകളും ട്രിബ്ലിങ്സും ഒക്കെ പുള്ളിയുടേതായ ഒരു ചാരുത ആർന്ന കളിയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കളി വെച്ചുകൊണ്ട് നിങ്ങൾ നേടില്ല എന്ന് ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കിയവരുണ്ട്. എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. എനിക്ക് പക്ഷെ ബ്രസീൽ പുറത്തു കൊടുക്കുന്നുണ്ടായില്ല കേട്ടോ. കളിച്ച് എങ്ങനെയും നേടി വന്ന് അർജൻറ്റീനയായിട്ട് സെമിയിൽ വരണമെന്നായിരുന്നു എൻ്റെ ഇത്, അല്ലെങ്കിൽ എങ്ങനെയും കയറി വരണമെന്നായിരുന്നു എൻ്റെ ഒരു ഇത്. പക്ഷെ അത് നടന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാം? ഇപ്പോൾ ഒന്ന് ഇവർ പേറ്റോസാണ് തോറ്റു. ആ കളിയുടെ ഒരു സ്ഥിതി ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം കേട്ടോ. നമ്മൾ കളി കണ്ടവർക്ക് അറിയാലോ, ഈ 31ാം സ്ഥാനത്ത് നിൽക്കുന്ന നോർവേനോട് ഇതുവരെ അവർ ജയിച്ചിട്ടില്ലാന്ന്. 5 കളി ആകെ കളിച്ചിട്ടുള്ളൂ. ഈ 5 കളി കളിച്ചാലും 2 കളി സമനിലയും. ഇപ്പം ഈ അവസാനം കളിച്ച കളിയാണ് 3ാമത്തെ കളി. ആ കളിയും 2-1 തോറ്റു. എന്നിട്ട് ഈ ഇവർ തന്നെ ഗോൾ അടിച്ചത് എങ്ങനെ? ഒരു പെനാൽറ്റിയാണ് അടിച്ചത്. അത് നെയ്മർ അടിച്ചു. അതിന് മുമ്പ് ഒരു പെനാൽറ്റി കിട്ടി, 13ാം മിനിറ്റിൽ കിട്ടിയ പെനാൽറ്റി. അത് വാറിൻ്റെ ഇതോടുകൂടി കിട്ടിയ പെനാൽറ്റിയാണ്. അത് ബ്രൂണോ ഗുമിറാസിനെ കൊണ്ട് അടുപ്പിച്ചു. ഈ അടുപ്പിച്ചിട്ട് ഇത് അവർക്ക് അപ്പം ഒന്നല്ലെങ്കിൽ വിനീഷ്യസ് ജൂനിയറിനെ കൊണ്ട് അടുപ്പിക്കായിരുന്നു. ഇത് നമ്മൾ പറയണത് വിനീഷ്യസ് ജൂനിയറിനെ കൊണ്ട് അടുപ്പിക്കേണ്ട ബോള് ഈ ബ്രൂണോനെ കൊണ്ട് അടുപ്പിച്ചത് എന്തുകൊണ്ടായിരിക്കും? അത് അങ്ങനെ അടുപ്പിച്ചതുകൊണ്ടാണ് ആ ഗോള് മിസ്സായി പോയതെന്നാണ് എൻ്റെ ഒരു നിലപാട്. ഇനിയിപ്പോൾ അതെന്തെങ്കിലും അവിടെ നഷ്ടപ്പെടുത്തിയ ഇതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നെയ്മറിന് ഒരു മഞ്ഞക്കാട് കിട്ടി. അതിനുശേഷം തൊട്ടടുത്ത് തന്നെയാണ് പെനാൽറ്റി കിട്ടിയത്. പെനാൽറ്റി പക്ഷേ പുള്ളി ഗോളാക്കി. ഈ ഗോളാക്കിക്കൊണ്ട് അവിടെ കിടന്ന് എന്താ കാണിച്ചത്? ഗോളിയുടെ മെക്കിട്ടേറുണ്ടായി. നമ്മളൊക്കെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം എന്തിനത് തോറ്റു നിൽക്കുകയാണെങ്കിൽ വിഷമം ഉണ്ടാവും, കാര്യം ഉണ്ടാവും. അവിടെ ഇടിയും ബഹളമൊക്കെ ഉണ്ടാവാൻ പോയി ഗ്രൗണ്ടിൽ. അതൊന്നല്ല വേണ്ടതെന്ന്. നമ്മൾ കളി മനോഹാരിതയോടുകൂടി കളിച്ചു എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, പുള്ളി പറയണതാണ് മനോഹാരിതയോടുകൂടി കളിച്ചു എന്ന്. എന്നിട്ടാണ് അവർ ഇടിയുണ്ടാക്കാൻ പോയതേ. അപ്പം ഇതൊക്കെയാണ് കളി. ഈ എർലിംഗ് ഹാളണ്ടിനെ കുറിച്ചേ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എർലിംഗ് ഹാളണ്ട് മെസ്സിയുടെ പോലെ തന്നെയുള്ള ഒരു വ്യക്തിയാണ്. പുള്ളിയുടെ മെസ്സിയോട് നമുക്ക് ഉപമിക്കാമെന്ന് പറയാം, അല്ലെങ്കിൽ മെസ്സിനെ പോലെ തന്നെയുള്ള വ്യക്തി. ആരോടൊരു ഇതില്ലാണ്ട് ഗ്രൗണ്ടിൽ കൂടെ ആ കളിയുടെ പുള്ളി ആ ഗോൾ അടിക്കുന്ന സമയം വരെ പുള്ളിനെ ആരും അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ അതിനകത്ത് ഉണ്ടായെന്ന് വെച്ചാലേ ചിന്തിക്കേണ്ട കാര്യം, എർലിംഗ് ഹാളണ്ട്
ബോൾ കയ്യിൽ കിട്ടി പോസ്റ്റിലടിച്ച് തീർത്തത്. ആ സമയത്താണ് പുള്ളിയുടെ പേര് അവിടെ കളിയിൽ മെൻഷൻ ചെയ്തോളൂന്ന്. അത്ര നേരം പുള്ളിനെ അവിടെ മെൻഷൻ ചെയ്യാൻ പുള്ളി അവിടെ പതുങ്ങി നടക്കുന്ന വ്യക്തിയായിരുന്നു. 2 ഗോൾ ചറ പറയാന്ന് അടിച്ചു. 1 ഗോൾ അടിച്ചു, 2ാമത്തെ ഗോൾ അടിച്ച് ആണി അടിച്ചു പെട്ടിക്ക്. ഇതാണ് നമ്മുടെ നിലപാട്. ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവർ ടാർഗറ്റ് ഷോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർവേയുടെ 5 ഷോട്ടാണ് ഉണ്ടായത്. അതിനകത്ത് ഹാളണ്ടിൻ്റെ തന്നെ 3 ഷോട്ട് ഉണ്ടായി. ഈ 3 ഷോട്ടിൽ ഹാളണ്ട് 2 ഗോൾ അടിച്ചു. പക്ഷേ ഇവർക്ക് കിട്ടിയ ഷോട്ടുകളൊന്നും ബ്രസീലിന് അത് ലക്ഷ്യത്തിലെത്തിക്കാൻ പറ്റിയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, ലെക്കുണ്ടെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ. അത് തന്നെയാണ് ഈ കളീനെ പറ്റി പറയുമ്പോൾ ഒന്നും കൂടി എടുത്തു പറയേണ്ട കാര്യം. 34% കളിയാണ് ബ്രസീലിൻ്റെ ഉണ്ടായുള്ളൂ. ബാക്കി 66% കളിച്ചതും നോർവേയുടെ കയ്യിലായിരുന്നു കളി. ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ കൊമ്പത്തെ ആൾക്കാരാണെന്ന് പറയുമ്പോൾ നമ്മുടെ ടീമിന് എന്തോരം കളിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ടീമിൽ എങ്ങനെയാണ് ടീമിൻ്റെ കളിയെന്ന് നമ്മൾ വിലയിരുത്തണം. അല്ലാതെ അർജന്റീനയെയും മറ്റ് ടീമുകളൊക്കെ കുറ്റം പറയാൻ നടക്കാണ്ട് നമ്മുടെ ടീമിൻ്റെ കളി മെച്ചപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇപ്പോൾ നിങ്ങളല്ലെങ്കിൽ നിങ്ങൾ കോച്ചിൻ്റെ അടുത്തോ ഒരിടത്തൊക്കെ ഒന്ന് പോയി പറയും, അതാ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ടതേ നോർവേയുടെ ഗോളിയാണ് നായ്ലൻഡ്. അവനെ പറ്റിയൊന്നും പറയാനില്ല. ആ ഗോൾ അവൻ സേവ് ചെയ്ത് നല്ല സൂപ്പർ സേവിങ് അല്ലേ. അതൊക്കെ ഇവർക്ക് അടിച്ച് കയറ്റാമായിരുന്നു. അതൊന്നും ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്നിട്ട് അങ്ങനെ ഒരു ഇതുണ്ട്, എറിയാനോ അറിയാവുന്നതിൻ്റെ വടി കൊടുക്കൂലെന്ന്. അതാണ് ഇവർക്ക് പറ്റിയത്. ഇവർ എന്തിന് ബ്രൂണോന് അടിക്കാൻ കൊടുത്തു എന്നാണ് എൻ്റെ ചോദ്യം. അത് വിനീഷ്യസ് ജൂനിയർ അടിക്കട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ, എന്തുകൊണ്ടത് കൊടുത്തു എന്നുള്ളത് അവർ ഇപ്പോഴും ചിന്തിക്കണ്ടാവും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ ഹാളണ്ടിൻ്റെ ലോകോത്തര സ്ട്രൈക്കറായിട്ടുള്ള ഹാളണ്ടിൻ്റെ അച്ഛന് അപ്പനുള്ള സമ്മാനമായിട്ടാണ് പുള്ളി കളി കളിക്കണേ. കാരണം പുള്ളി ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അപ്പോൾ പുള്ളിക്ക് നേടാൻ പറ്റാത്ത പലതും പുള്ളി നേടിയെടുക്കുന്നുള്ളൊരു ഒരു ഉറച്ച തീരുമാനത്തോടെയാണ് പുള്ളി വന്നിരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ ലോകോത്തര സ്ട്രൈക്കറായ ഹാളണ്ടിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല പടക്കി, ഏത് മഞ്ഞപ്പടക്കി. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനിയെങ്കിലും കളീനെ പറ്റി വിലയിരുത്തുമ്പോൾ നല്ല രീതിയിൽ വിലയിരുത്തുക, അല്ലെങ്കിൽ നമ്മൾ കളിച്ച് നേടാൻ പഠിക്കുക, അല്ലാണ്ട് വായിട്ടടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് നിങ്ങൾ മഞ്ഞപ്പടയുടെ ആൾക്കാർ ചിന്തിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതും പറഞ്ഞുകൊണ്ട് ഇനി ചിലപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ അർജന്റീനയുടെ ആരാധകനാണെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന ഒരു വ്യക്തിയാണ്. അത് നമ്മൾ അർജന്റീനയുടെ ആരാധകനാണെങ്കിലും ഞാൻ ഇപ്പം മഞ്ഞപ്പട ഔട്ടായാലും ഞാൻ എനിക്ക് കളിയാക്കേണ്ട ആവശ്യമില്ല, കുറ്റം പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് കളി ശരിയല്ല, ഈ കളിയും വെച്ചുകൊണ്ട് നേടില്ല എന്ന് ഞാൻ അതിന് മുമ്പ് പറഞ്ഞിരുന്നു. അത് അച്ചട്ടായില്ലേ. ഇനിയിപ്പോൾ അർജന്റീനയുടെ കളീനെ കുറ്റം പറയാനുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ പറയേണ്ടല്ലോ കഴിഞ്ഞ കളി മുക്കി നിരങ്ങിയൊക്കെയാണ് കയറിയത്. നിങ്ങൾക്ക് മുക്കാൻ വരെ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ അടുത്ത് പറയണ കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ പറയണം കേട്ടോ. അവർ പറഞ്ഞ വാക്കുകൾ നമുക്ക് അങ്ങോട്ട് പറയാനൊരു ബുദ്ധിമുട്ടുകളുണ്ട്. മെഴുകിന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞു, പക്ഷെ അതിനേലും കൂടുതൽ മെഴുകിയത് ആരാന്ന് നമ്മൾ കണ്ടുപോയി. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഞാൻ ഈ വീഡിയോയിലും പറയാണ്, കളി പല ടീമും തോക്കും ജയിക്കും. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ടീമുകളുടെ പേരിൽ തർക്കം ഉണ്ടാക്കണ്ട. കളി നടക്കുന്ന പല സ്ഥലത്ത് നമ്മുടെ ഫാൻസ് പല ടീമുകളുണ്ടാവാം. പക്ഷെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ ഉണ്ടാക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളും ഫാമിലി ബന്ധങ്ങളും അയൽവക്ക ബന്ധങ്ങളൊക്കെ നിലനിർത്തി മുന്നോട്ട് പോകാൻ എല്ലാവർക്കും നല്ലൊരു നാളെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അങ്കമാലിക്കാരൻ ജിനോയ്.